ജനം പ്രതീക്ഷിച്ച ശിക്ഷയല്ല ഇത്. കേരളം പ്രതീക്ഷിച്ചിരുന്നത് പരമാവധി ശിക്ഷ പ്രതികൾക്ക് ലഭിക്കുമെന്നായിരുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ യഥാർത്ഥത്തിൽ പിന്നെ ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ഒരു മെസ്സേജാണ് നിയമത്തിൽ നിന്ന് സമൂഹത്തിനുണ്ടാകേണ്ടത്. അത് പരമാവധി ശിക്ഷ നൽകുന്നതിലൂടെയും അതോടൊപ്പം തന്നെ പഴുതടച്ച് ഒരാളും അതിനകത്ത് കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ അതിനെ പ്രേരിപ്പിച്ച എല്ലാവരെയും ശിക്ഷിക്കുന്നതിലൂടെയുമൊക്കെയാണ് നിയമം പൂർണ്ണമായി ഡെലിവർ ചെയ്യപ്പെട്ടു, നീതി ഡെലിവർ ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയുക. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഗവൺമെൻറ് നേരത്തെ തന്നെ ഗവൺമെൻറ് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. വിധി പഠിച്ചതിന് ശേഷം ഗവൺമെൻറ് ഇത് സംബന്ധിച്ച് അപ്പീൽ പോകുമെന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അപ്പീലിൽ പ്രതീക്ഷ അർപ്പിക്കാം. അതിജീവിതയ്ക്കൊപ്പം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്ന് പിന്തുണ പ്രഖ്യാപിക്കാം എന്ന് മാത്രമേ ഇപ്പോഴത്തെ പ്രതീക്ഷിച്ച വിധിയല്ല ഞാൻ പറഞ്ഞത്. പ്രതീക്ഷിച്ച ശിക്ഷയെക്കുറിച്ചാണ് പറഞ്ഞത്. അതെങ്ങനെ? ഒരിക്കലുമല്ല. അതെങ്ങനെ പ്രോസിക്യൂഷൻ അതാണ് പറഞ്ഞത്. ആ പോയിന്റാണ് പറഞ്ഞത്. പ്രോസിക്യൂഷൻ ഏറ്റവും ഫലപ്രദമായാണ് പ്രവർത്തിച്ചത്. മാത്രവുമല്ല, നിങ്ങൾക്കറിയാവുന്നതുപോലെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരാൾ, പവർഫുൾ എന്ന് പറഞ്ഞാൽ ഫിലിം ഇൻഡസ്ട്രിയിലെ വളരെ പവർഫുള്ളായിട്ടുള്ള ആളുകളായിരുന്നു ഇതിൻ്റെ പിന്നിൽ ആരോപണ വിധേയരായി വന്നത്. പ്രത്യേകിച്ചും ദിലീപ് ആരോപണ വിധേയനായി വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം വളരെ പവർഫുള്ളാണ്. ഫിലിം ഇൻഡസ്ട്രി ആസ് എ ഹോൾ അദ്ദേഹം അടക്കി വാഴുന്നൊരു കാലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്തെല്ലാം സമ്മർദ്ദങ്ങളായിരിക്കുമെന്ന് ആലോചിക്കൂ. ഈ ഫിലിം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടവരായിരുന്നു ഇതിലുണ്ടായിരുന്ന ഏതാണ്ടെല്ലാ സാക്ഷികൾ. ഞാൻ പ്രോസിക്യൂഷനെ കുറിച്ച് ചോദിച്ചുകൊണ്ടാണ് പറഞ്ഞത്. പ്രോസിക്യൂഷൻ എത്രമേൽ കഠിന പ്രയത്നം നടത്തിയത് കൊണ്ടാകും ഇത് ഇങ്ങനെയെങ്കിലും എത്തിച്ചേർന്നത് എന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ കാണേണ്ടത്. കാരണം ഇതിൽ എല്ലാവരെയും സമ്മർദ്ദത്തിലാക്കാൻ കഴിയുന്ന വിധം ശക്തനായിരുന്ന ഒരാൾക്കെതിരെ ആരോപണം വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വിധേയമാകുമ്പോൾ അതിനെല്ലാം അതിജീവിച്ചൊരു വിധി വരിക, ദാറ്റ് ഈസ് ഗ്രേറ്റ്. പക്ഷേ അതേസമയം ഞാൻ ഈ പറഞ്ഞ ശിക്ഷാ കാലാവധി സംബന്ധിച്ചാണ് പറഞ്ഞത്. അത് നേരത്തെ ബിജു ചോദിച്ച വളരെ കറക്റ്റാണ്. ശിക്ഷ പരമാവധിയാവുക എന്ന് പറയുമ്പോഴാണ് ഈ ഒരു സന്ദേശം കൊടുക്കണമല്ലോ. പ്രത്യേകിച്ച് നിർഭയ സംഭവത്തിനെല്ലാം ശേഷം രാജ്യത്ത് ഇത്തരം സംഭവങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. വരുന്ന ശിക്ഷ എന്തുകൊണ്ടാണ് സമൂഹം ഉറ്റുനോക്കുന്നത്? ഇത്തരം കാര്യങ്ങളിൽ വളരെ മാതൃകാപരമായ ശിക്ഷ വരുമ്പോഴാണ്, പരമാവധി ശിക്ഷ വരുമ്പോഴാണ് അത് സമൂഹത്തിന് വലിയൊരു സന്ദേശം കൊടുക്കുക. ഇത്തരം കുറ്റകൃത്യങ്ങളെ നമുക്ക് ഭാവിയിൽ കൂടുതൽ തടയാൻ കഴിയുക. അതാണല്ലോ നിയമവാഴ്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്.